ഹായ് ഓൾ ഫ്രണ്ട്സ്, വെരി ഗുഡ് ഈവനിങ്. ഇന്ന് ട്രേഡിങ്ങിനെ പറ്റി അറിയുന്ന എല്ലാവർക്കും വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് ട്രെൻഡെക്സ് എന്ന് പറയുന്നത്. ഒരു US ബേസ്ഡ് സോഫ്റ്റ്വെയർ 4 വർഷമായിട്ട് ഇന്ന് മാർക്കറ്റിൽ സജീവമായിട്ട് സർവീസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആണ്. ഇവരുടെ ഒരു ലേറ്റസ്റ്റ് അപ്ഡേറ്റ് നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ട്രെൻഡെക്സിനെ പറ്റി ഒരുപാട് പേർക്ക് അറിയുന്നതാണ്, എന്നാലും അറിയാത്തവർ ചില വ്യക്തികൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഒരു ഇൻട്രൊഡക്ഷൻ തരുന്നു. ട്രെൻഡെക്സ് എന്ന് പറയുന്നത് ബൈനാൻസ് പോലുള്ള ഒരു വേൾഡിൽ ഏറ്റവും ടോപ്പ് എക്സ്ചേഞ്ചിലൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സൂപ്പർബായിട്ടുള്ളൊരു സോഫ്റ്റ്വെയർ ആണ്. ഈ സോഫ്റ്റ്വെയറിൻ്റെ ബ്യൂട്ടി എന്ന് പറയുന്നത് ഒരു ആനുവൽ സബ്സ്ക്രിപ്ഷൻ വഴി നമ്മൾ ഇവരെ പർച്ചേസ് ചെയ്ത് നമ്മുടെ ബൈനാൻസ് അക്കൗണ്ടിൽ കണക്ട് ചെയ്താൽ നമ്മുടെ അസറ്റ് മാനേജ്മെൻറ്റ് പ്രോപ്പറായിട്ട് ഇവർ ചെയ്യും. അതിനെ മാക്സിമൈസ് ചെയ്യാനുള്ള ട്രേഡിംഗ് മെത്തേഡ്സും ഇവരുടെ കയ്യിലുണ്ട്. സോ നമ്മൾ ഒരു പ്രൊഫഷണൽ ട്രേഡർ ആവണമെന്നോ അല്ലെങ്കിൽ നമ്മൾ ഇതിലൊരു എക്സ്പെർട്ട് ആവണമെന്നൊന്നുമില്ല. നമ്മൾ ഈ ഒരു സോഫ്റ്റ്വെയറിനെ സബ്സ്ക്രൈബ് ചെയ്ത് ബിനാൻസിൽ കണക്ട് ചെയ്യുന്ന വഴി ഒരു പ്രൊഫഷണൽ ട്രേഡർ എങ്ങനെയാണ് ട്രേഡ് ചെയ്യുന്നത് അതിലും വൺ ഓഫ് ദ ബെസ്റ്റ് സ്ട്രാറ്റജീസ് അവർ എക്സിക്യൂട്ട് ചെയ്ത് നമുക്കൊരു ഹ്യൂജ് ആയിട്ടുള്ള പ്രോഫിറ്റ്, നല്ല രീതിയിലുള്ള റിട്ടേൺസ് ക്രിയേറ്റ് ചെയ്യാൻ ഈ സോഫ്റ്റ്വെയർ നമ്മളെ സഹായിക്കും. ഇന്ന് നമുക്കറിയാം, മനുഷ്യന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യമാണ് സമയം. ലോകത്തെ ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള വസ്തു സമയമാണ്. സോ ഇന്ന് പല ആൾക്കാരും ഓരോ രൂപ സമ്പാദിക്കാനും അത്രയും സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ ഇവിടെ നമ്മുടെ ഒരു സിംഗിൾ സെക്കൻഡ് പോലും നമ്മൾ സ്പെൻഡ് ചെയ്യാതെ നമുക്ക് എത്ര $1,000,000 വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്ത് തരാൻ ഈ ഒരു സോഫ്റ്റ്വെയർ നമ്മളെ ഹെൽപ്പ് ചെയ്യും. സോ ഇന്ന് ടൈം കൺസ്യൂം ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ടൈം സേവ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഫണ്ട് ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, അങ്ങനെ തീരുമാനം നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലാറ്റ്ഫോം, വൺ ഓഫ് ദ സെക്യൂർ പ്ലാറ്റ്ഫോം കൂടിയാണ് ട്രെൻഡെക്സ് എന്ന് പറയുന്നത്. ₹1 നഷ്ടമില്ലാതെ നിങ്ങളുടെ ഫണ്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ പറ്റാവുന്ന ബെസ്റ്റ് സിസ്റ്റമാണ് ട്രെൻഡെക്സ് ചെയ്യുന്നത്. അപ്പോൾ ട്രെൻഡെക്സ് 4 വർഷമായിട്ട് ഇന്ന് ബിനാൻസ് നമുക്ക് സർവീസുകാർക്ക് തരുന്നുണ്ട്. ഈ 4 years കൊണ്ട് തന്നെ അവർ ഒരുപാട് സ്ട്രാറ്റജികളും നമ്മുടെ മുന്നിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അതിലേറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സ്ട്രാറ്റജിയെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ഇന്ന് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. അതിലിപ്പോൾ നോക്കുകയാണെങ്കിൽ നമുക്ക് 2021 അവർ ആദ്യമായിട്ട് മാർക്കറ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അവരുടെ കയ്യിലുണ്ടായിരുന്ന ഒരു സ്ട്രാറ്റജി DC എന്ന് പറയുന്ന മെത്തേഡായിരുന്നു. അതായത് സ്പോട്ട് ട്രേഡിങ്ങിൽ സ്പോട്ട് ട്രേഡിങ് നമുക്ക് എന്താണ് ഒരു എവറേജ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ട്രാറ്റജിയാണ് DC എന്ന് പറയുന്നത്. ഇതിനുശേഷം അവർ ഫ്യൂച്ചേഴ്സ് ട്രേഡിലേക്കും ഒരുപാട് സ്ട്രാറ്റജികൾ കൊണ്ടുവന്നു. ആൽഫ ബോട്ട്, സെനോ ബോട്ട്, ക്യാൻഡിൽ ബോട്ട്, ഗ്ലിൻറ്റ് ബോട്ട് തുടങ്ങിയിട്ടുള്ളത്. ഇതിൽ പലതും മീഡിയം റിസ്ക്കും ഹൈ റിസ്ക്കും സ്ട്രാറ്റജികൾ ചെയ്യുന്നതാണ്. അതേപോലെ ഒരേ സമയത്ത് നമുക്ക് സ്പോട്ടിലും ഫ്യൂച്ചേഴ്സിലും ചെയ്യാൻ പറ്റുന്ന ഒരു സ്ട്രാറ്റജിയാണ് ട്രെൻഡെക്സ് ട്രേഡിംഗ് ബോട്ട്. ഇങ്ങനെ 7ഓളം സ്ട്രാറ്റജികൾ ഇന്ന് അവൈലബിൾ ആണ്. അതിൽ ഏറ്റവും ലേറ്റസ്റ്റ് വന്ന സ്ട്രാറ്റജിയാണ് നിറോ. എന്താണ് നിറോ സ്ട്രാറ്റജിൻ്റെ പ്രത്യേകത? ഇന്ന് മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഹൈലി വോളറ്റൈലാണ് അല്ലേ. ഇപ്പോൾ ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഇന്ന് ജൂൺ 1 നോക്കുകയാണെങ്കിൽ ഏകദേശം $1,04,000 $5,000 ഇടയിലുണ്ട്. കഴിഞ്ഞ 2 ദിവസം മുന്നേ അത് 1,03,000 ആയിരുന്നു. അതിൻ്റെ 2 days ബാക്ക് അത് 1,07,000 8,000 ആയിരുന്നു. ജസ്റ്റ് ഒരു 1 week ബിഫോർ നോക്കുകയാണെങ്കിൽ 1,11,000 എന്ന റേഞ്ചിലുണ്ടായിരുന്നു. സോ നമ്മൾ നോക്കുമ്പോൾ മാർക്കറ്റിൽ ഉണ്ടാകുന്ന മൂവ്മെൻറ്റ് ഹ്യൂജാണ്, ഹൈലി വോളറ്റൈലാണ്. ഇതേപോലെ തന്നെ ആയിരുന്നു നമ്മുടെ ഫോറക്സ് മാർക്കറ്റും ഇന്ത്യ മാർക്കറ്റും ഒക്കെ ഉള്ളത്. പക്ഷെ ഇവിടെ ഒന്നും ഇത്ര വലിയ മൂവ്മെൻറ്റ്സ് നമ്മൾ കാണുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഈ ആയിരക്കണക്കിന് ഡോളേഴ്സിൻ്റെ അല്ലെങ്കിൽ ഇത്രയും ഹ്യൂജ് ആയിട്ടുള്ള പെർസെൻറ്റേജ് ഓഫ് മൂവ്മെൻറ്റ് വരുന്നതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും മാർക്കറ്റിൽ ഇങ്ങനത്തെ ഫ്യൂച്ചേഴ്സ് ട്രേഡ് ചെയ്യുമ്പോൾ സ്റ്റോപ്പ് ലോസസ് ഹിറ്റ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. സോ ആ ഒരു പ്രോബബിലിറ്റി ഒഴിവാക്കാൻ, ആ ഒരു ഇഷ്യൂ ഒഴിവാക്കിയിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് തരാനാണ് ശരിക്കും ഈ ഒരു നിറോ സ്ട്രാറ്റജി അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇതിൻ്റെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത് ഏറ്റവും കുറഞ്ഞത് $1,500 നമ്മൾ ക്യാപിറ്റൽ കീപ്പ് ചെയ്യണം. ഇതിൻ്റെ വർക്കിംഗ് വരുന്നത് വളരെ സിമ്പിളാണ്. നമ്മളൊരു $1,500 ക്യാപിറ്റൽ കീപ്പ് ചെയ്യുന്നെങ്കിൽ ഒരിക്കലും ഈ 1,500 ക്യാപിറ്റൽ അവർ മുഴുവൻ യൂസ് ചെയ്യുന്നില്ല. അവർ ചെയ്യുന്നത് അതിലൊരു പാർഷ്യൽ എമൗണ്ട് എടുത്ത് മാർക്കറ്റിൽ ഒരു ബൈ ഓർഡേഴ്സോ സെൽ ഓർഡേഴ്സോ അവർ പ്ലേസ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ബൈ ആണിട്ട് മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നതിന് പകരം താഴത്തേക്കാണ് വരുന്നതെങ്കിൽ അത് എവറേജ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഇവർ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ എവറേജ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡൗൺ ട്രെൻഡ് അവിടെ കണ്ടു കഴിഞ്ഞാൽ അവർ ഏറ്റവും ബോട്ടത്തിൽ നിന്ന് വീണ്ടും ബൈ എടുത്ത് അതിന് എവറേജ് ചെയ്ത് നമുക്കൊരു പ്രോഫിറ്റ് ലെവലിലേക്ക് ആക്കി തരും. സോ അവിടെ സ്റ്റോപ്പ് ലോസ് എന്നൊരു വസ്തു ഒഴിവാക്കിയിട്ട് എവറേജ് നടത്തുകയാണ്. ഇനി ആ ബൈ ഓർഡർ നേരെ തിരിച്ച് മേലോട്ടാണ് മാർക്കറ്റ് പോകുന്നതെങ്കിൽ അതവിടെ പ്രോഫിറ്റിൽ എക്സിറ്റ് ആവും. സോ മാർക്കറ്റ് താഴേക്ക് വന്നാലും മുകളിലോട്ട് പോയാലും നമുക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു സ്ട്രാറ്റജി അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നേരെ മറിച്ച് മാർക്കറ്റ് സെൽ ഓർഡർ ആണെങ്കിൽ സിമിലർ സെയിം സിസ്റ്റം, സെൽ ഓർഡർ ഇട്ടു, ഇപ്പോൾ ഷോർട്ട് സെല്ലിങ് ചെയ്യാം, മാർക്കറ്റ് താഴേക്കാണ് വരുന്നെങ്കിൽ ഓൾറെഡി അത് പ്രോഫിറ്റ് ആണ്, നിങ്ങൾക്കറിയാം. ഇനി അത് മുകളിലോട്ട് പോകണമെങ്കിൽ വീണ്ടും അവർ എവറേജ് ചെയ്ത് അവിടെയും പ്രോഫിറ്റ് മേക്ക് ചെയ്യും. സോ ഈ ഒരു സ്ട്രാറ്റജിൻ്റെ ബ്യൂട്ടി എന്ന് പറയുന്നത് മാക്സിമം നമുക്ക് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കിഡിലിന് അപ്ഡേറ്റ് ആണ് ട്രെൻഡെക്സ് നമ്മളിലേക്ക് എത്തിച്ചിട്ടുള്ളത്. സോ ഇപ്പോഴത്തെ മാർക്കറ്റ് അറിയാലോ നിങ്ങൾക്ക് 80% എന്താണ് സൈഡ് വേസ് ആയിട്ടാണ്.
അപ്പോൾ ഒരു സ്ട്രോങ് മൂവ്മെൻറ്റിനുള്ള ടൈം ഓൾമോസ്റ്റ് കഴിയാനായിട്ടുണ്ട്. ഇനി മാർക്കറ്റ് ചിലപ്പം ഒരു 1.30-1.40 വരെയൊക്കെ കയറാം. എന്നിട്ടും BTCൻ്റെ മാർക്കറ്റ് വീണ്ടും ഇറങ്ങും. അപ്പോൾ ഇനി ഇറങ്ങുകയാണെങ്കിലും ഡോൺ വറി, ഈ ഒരു സ്ട്രാറ്റജി നിങ്ങൾക്ക് ഹ്യൂജ് പ്രോഫിറ്റ് തരും. ഇപ്പോൾ പല ട്രേഡ് ചെയ്യുന്ന ആളുകൾക്കും അറിയില്ല. കാരണം അവരൊക്കെ ചിന്തിക്കുന്നത് മാർക്കറ്റ് മുകളിലോട്ട് പോയാൽ മാത്രമേ നമുക്ക് പ്രോഫിറ്റ് എടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളൂ. പക്ഷേ ട്രെൻഡെക്സ് നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് മൂവ്മെന്റ് വന്നാലും യു ഡോണ്ട് വെറി, നിങ്ങൾക്കൊരു പ്രോഫിറ്റ് അവിടെ എന്താണ് അഷ്യൂർഡ് ആണ്. ഇപ്പം ഞാൻ ഈ ഒരു വീഡിയോസ് പലപ്പോഴും ചെയ്യുമ്പോഴും പല ആൾക്കാരും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, വൈ ആർ ഓൾവേസ് ചൂസിങ് ട്രെൻഡെക്സ്? എന്തിനാണ് നിങ്ങൾ എപ്പോഴും ട്രെൻഡെക്സിനെ പറ്റി മാത്രം പറയുന്നത്? ജസ്റ്റ് സെയിങ് വൺ തിങ്, ഇതേപോലുള്ള അപ്ഡേറ്റ്സ്, ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പല കാര്യങ്ങളും ഇന്ന് അവർ തന്നെ മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. ഞാനിവിടെ ഒരുപാട് XYZ സോഫ്റ്റ്വെയർസിന്റെ പേരൊന്നും പറഞ്ഞ് കമ്പയർ ചെയ്യുന്നില്ല. പക്ഷെ അവിടെയൊക്കെ എന്ന് വെച്ചാൽ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഒരു സ്ട്രാറ്റജി അത് തന്നെ കാലാകാലമായിട്ട് ഫോളോ ചെയ്യണം. പക്ഷേ മാർക്കറ്റിന്റെ സ്വഭാവം ഓരോ സമയത്തും മാറും. അപ്പോൾ അതിന് ആപ്റ്റ് ആയിട്ടുള്ള സ്ട്രാറ്റജി ഇൻട്രൊഡ്യൂസ് ചെയ്താൽ മാത്രമേ ആ കറസ്പോണ്ടിങ് മാർക്കറ്റിൽ നമുക്ക് പ്രോഫിറ്റ് എടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ നോക്കുകയാണെങ്കിൽ ട്രെൻഡെക്സ് വൺ ഓഫ് ദ ബെസ്റ്റ് സ്ട്രാറ്റജി, ബെസ്റ്റ് ബോട്ട് ഐ ഹാവ് എവർ സീൻ. സോ ഇന്ന് ഈ ഒരു ബോട്ടിനെ പറ്റി അറിയാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ ഡയറക്റ്റായിട്ട് ബാങ്ക് കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. എന്നിട്ട് കൂടുതൽ അപ്ഡേറ്റുകൾ മനസ്സിലാക്കുക. എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നമ്മൾ ക്ലിയർ ചെയ്ത് തരുന്നതാണ്. സോ താങ്ക് യു ഗൈസ്.